കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ നമ്മുടെ ജീവിതം ജയകരമാണ്, അത്ഭുതകരമാണ്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ സുഖകരമായ ഒരു ജീവിതമല്ല കർത്താവ് വാഗ്ദാനം ചെയ്യുന്നത്, ജയകരമായ ജീവിതമാണ്. പ്രതിസന്ധികളില്ലെന്നല്ല, പക്ഷെ അവയെ മുഴുവൻ മറികടക്കാൻ സാധിക്കും. അതുകൊണ്ട് പുതിയ ദിവസത്തിലേക്ക് പോകുമ്പോൾ ഭയത്തോടെയല്ല, നിരാശയോടെയല്ല, ജയത്തിൽ യേശു കൂടെയുണ്ട്. അത്ഭുതമാണ് നടക്കാൻ പോകുന്നത്. അതായിരിക്കും പുതിയ ദിവസം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം. യേശുവിലുള്ള വിശ്വാസം നമ്മൾ ഉറയ്ക്കുമ്പോൾ. ഇന്നത്തെ നമ്മുടെ സന്ദേശത്തിലേക്ക് നമ്മൾ കടക്കുക. കഴിഞ്ഞ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന സന്ദേശത്തിൻ്റെ തങ്കുബ്രദർ ചെയ്ത സന്ദേശത്തിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേൾക്കുന്നത്. ഗോഡ് ഷാൽ സപ്ലൈ ഓൾ അവർ നീഡ്സ് അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. കർത്താവ് തൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ വറ്റാത്ത ഒരു ഉറവ് നമുക്ക് വേണ്ടിയുണ്ട്. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും എല്ലാം തീർന്നു, പൈസ തീർന്നു, കഴിവ് തീർന്നു, ആരോഗ്യം തീർന്നു, ഇനിയൊന്നും നടക്കത്തില്ല. നോ, സപ്ലൈ വന്നുകൊണ്ടിരിക്കുക. ആ സന്ദേശമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വചനത്തിൻ്റെ തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് കിടക്കാം. The unlimited resource that is in grace is my provision. അളവില്ലാത്ത വലിയ സമൃദ്ധി അത് കൃപയാൽ എൻ്റെ സമൃദ്ധിയായിട്ട് മാറുക. The moment you demand in the name of Jesus, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അത് അവകാശപ്പെടുന്ന നിമിഷം the provision is open. ആ സമൃദ്ധി നമ്മുടെ മേൽ വന്നിരിക്കുക. എങ്ങനെ വരുന്നു നോക്കണ്ട, വന്നിരിക്കും. ആമേൻ. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞേ, എങ്ങനെ വരും, എങ്ങനെ എൻ്റെ കാര്യം നടക്കും വിചാരിക്കണ്ട, ചോദിച്ചോ, തന്നിരിക്കും തൻ്റെ ധനത്തിന് തക്കവണ്ണം. പറഞ്ഞാട്ടെ, യേശുവിന്റെ ധനത്തിന് തക്കവണ്ണം എനിക്ക് തരും. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ എടുത്തങ്ങ് പറയാം. ഞാൻ ദരിദ്രനാകാൻ ആഗ്രഹിച്ചാലും അനുവദിക്കത്തില്ലെന്നല്ല, നടക്കത്തില്ല. കാര്യം, എൻ്റെ അപ്പൻ സമ്പന്നനായിരിക്കുന്നത് പോലെ മകനും സമ്പന്നൻ തന്നെയാണ്. You have made many demands in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അവകാശമായി ചോദിച്ചു. Might be you did not see it. ചിലപ്പോൾ നിങ്ങൾ അത് ചോദിച്ചിട്ട് കണ്ടു കാണുകയില്ല. But I'll tell you. എന്നാൽ ഞാൻ പറയാം, it's on the way. അത് വന്നുകൊണ്ടിരിക്കുക. It's on the way. അത് വന്നുകൊണ്ടിരിക്കുക. It's on the way. അത് വന്നുകൊണ്ടിരിക്കുക. It is on the way. അത് വന്നുകൊണ്ടിരിക്കുക. It is on the way. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. It is on the way. അത് വന്നുകൊണ്ടിരിക്കുക. It's on the way. അത് വന്നുകൊണ്ടിരിക്കുക. പറഞ്ഞ ഉടനെ കണ്ടില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഥയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. 2000 വർഷം മുമ്പേ ജെറുസലേമിൽ ഒരു യാഗം നടന്നത് യാഥാർത്ഥ്യമാണ്. യേശു ക്രൂശിക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണ്. അടക്കപ്പെട്ടത് യാഥാർത്ഥ്യമാണ്. ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പകൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതും യാഥാർത്ഥ്യമാണ്. അവൻ്റെ വാക്ക് ഊവെന്നും ആമേനെന്നുമാ. അവൻ്റെ വാക്ക് മാറിപ്പോകത്തില്ല. ഇന്ന് പകൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറഞ്ഞാൽ, പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അത് വന്നുകൊണ്ടേയിരിക്കുക. എങ്ങനെയാണോ കൃപ അവിടെ ഉണ്ടായിരുന്നു, വിശ്വാസമുഖാന്തരം നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അതേ വിശ്വാസം ഞാൻ പ്രാർത്ഥിച്ച മുഴുവൻ കാര്യം, എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അത് അന്ത്യത്തോളം അവൻ്റെ മഹത്വത്തോടെ നടത്തും. Paul is in prison. പൗലോസ് കാരാഗൃഹത്തിലായിരുന്നു. In a very challenging situation. വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു അവസ്ഥ. No way of escape. രക്ഷയ്ക്ക് ഒരു മാർഗവുമില്ല.
But look what he says. എന്നാൽ നോക്ക് വചനം എന്താ പറയുന്നത്? He is writing down. താൻ ഇങ്ങനെ എഴുതുകയാണ്. And I want you to translate. ആ, പൗലോസ് കാരാഗ്രഹത്തിൽ ഒരു രക്ഷയുമില്ലാത്ത മധ്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്. For I know, എനിക്ക് അറിയാം, എനിക്കൊരു കാര്യം അറിയാം, ആമേൻ, that this will turn out for my deliverance. ഇതെന്റെ വിടുതലിനായി മാറി വരുമെന്ന് എനിക്കറിയാം. എൻ്റെ വിടുതലിന്റെ കാരണം എനിക്കറിയാം. ആമേൻ. എനിക്കറിയാവുന്ന ആമേൻ. ഓ ഇത്ര നാളായിട്ട് എന്നെ അങ്ങനെ ആ ചിന്ത വരുമ്പോൾ പറയണം, പോ പിശാചേ, എനിക്കറിയാം, എനിക്ക് ആരെയാ വിശ്വസിച്ചെന്ന് എനിക്കറിയാം. ആമേൻ. മാത്രമല്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരും അനേകരുണ്ട്, എനിക്കറിയാം. ഫിലിപ്പിയൻസ് 1:19. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. I know. എനിക്കറിയാം. I know. എനിക്കറിയാം. What do I know? എന്താണ് ഞാൻ അറിയുന്നത്? That I will be delivered out of this prison. ഞാൻ വിടുവിക്കപ്പെടും എന്നുള്ളത് ഉറപ്പായിട്ട് എനിക്കറിയാം. How? എങ്ങനെ? Through your prayer നിങ്ങളുടെ പ്രാർത്ഥനയാലും and the supply of the Spirit of Jesus Christ. യേശുവിന്റെ ആത്മാവിന്റെ സമൃദ്ധി ദാനത്താലും. അത് മലയാളത്തിലില്ല. യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ സഹായത്താലും. സഹായമല്ല, സപ്ലൈ. ആ ആത്മാവിനെ നൽകുന്നതിനാലും. എങ്ങനെയാണ് നൽകിയത്? നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ട്. ആമേൻ. നിങ്ങൾ ഡിമാൻഡ് ചെയ്തില്ലേ Yes. വിടുതല്? നിങ്ങൾ പ്രാർത്ഥിച്ച ഉടനെ ആ കാരാഗ്രഹത്തിൽ ദൈവത്തിൻ്റെ സമൃദ്ധിയായ സപ്ലൈ വരും. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തെ പോലും പൊട്ടിക്കുന്ന ദൈവത്തിൻ്റെ സപ്ലൈ ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തു യേശുവിന്റെ ആത്മാവിനെ നൽകുന്നതിനാൽ. Hallelujah. ഹല്ലേലൂയ. And I know എനിക്കറിയാം that this will turn out for my deliverance. ഇത് എന്റെ രക്ഷാ കാരണമായി തീരും. എന്റെ വിടുതലിന്റെ കാരണമായി തീരും. വിടുതലിന്റെ കാരണമായി തീരും. എന്താ വിടുതലിന്റെ കാരണമായി തീരുന്നത്? നിങ്ങളുടെ പ്രാർത്ഥന മുഖാന്തരം. ആമേൻ. നിങ്ങൾ പറഞ്ഞില്ലേ യേശുവിന്റെ നാമത്തിൽ തന്നെ എന്ന്. നിങ്ങൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പറഞ്ഞ ഉടനെ എനിക്കറിയാം സ്വർഗത്തിൽ നിന്നും എൻ്റെ ദൈവമോ എൻ്റെ സകല ആവശ്യങ്ങളും, ഇപ്പോഴത്തെ ആവശ്യം കാരാഗ്രഹത്തു നിന്ന് വെളി വരുന്നതാ. എൻ്റെ ആവശ്യങ്ങൾ, ഇപ്പോഴത്തെ ആവശ്യം എൻ്റെ ഈ കാരാഗ്രഹത്തു നിന്ന് വെളി വരുന്നതാ. എങ്ങനെയും വെളി വരാനല്ല പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തെ പോലും പൊട്ടിച്ച്, ഞാൻ മാത്രമല്ല കൂട്ടത്തിൽ നിൽക്കുന്ന എല്ലാവരെയും വിടുവിക്കുന്ന അത്യന്ത ധനം. You know, I know for sure. എനിക്കൊരു കാര്യം നന്നായിട്ട് അറിയാം. Paul cannot write this. പൗലോസിന് ഇങ്ങനെ എഴുതാൻ പറ്റുകയില്ല. It is the Holy Spirit. ഇത് പരിശുദ്ധാത്മാവ് എഴുതിയതാണ്. This language is of the Holy Spirit. ഈ ഭാഷ പൗലോസിന്റേതല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ ഭാഷയാ. And it continues to say, തുടർന്ന് ഇങ്ങനെ പറയുക, according to my earnest expectation and hope. എൻ്റെ ഏകാഗ്രതയോടെയുള്ള പ്രതീക്ഷയാലും പ്രത്യാശയാലും. എൻ്റെ അത്യന്ത പ്രതീക്ഷ എന്താണെന്നറിയോ? ആമേൻ. That in nothing I shall be ashamed. ഞാൻ ഒരു കാരണത്തിലും ലജ്ജിക്കുവാൻ സാധ്യമാകയില്ല. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ പറയാം, യേശുവിൻ്റെ നാമത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ അത്യന്ത ധനം എന്താണെന്നറിയാവോ? ഒന്നിലും നിങ്ങൾ ലജ്ജിപ്പാൻ അവൻ സമ്മതിക്കത്തില്ല. മലയാളം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പറഞ്ഞാട്ടെ, ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ. എന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയാം, എത്ര സങ്കീർണമായ വിഷയമായിക്കോട്ടെ, എത്ര വലിയ മലയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്, അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കണം, എന്തൊക്കെ വന്നാലും ശരി ഞാൻ ലജ്ജിക്കത്തില്ല. കാരണം അതിനൊരു കാരണമുണ്ട്. എൻ്റെ പ്രാർത്ഥനയാൽ ആത്മാവിൻ്റെ വലിയൊരു പകർച്ച ഈ വിഷയത്തിനകത്ത് വന്നിട്ടുണ്ട്. എത്ര വലിയ കാരാഗ്രഹമായിക്കോട്ടെ, എത്ര വലിയ റോമൻ കാരാഗ്രഹമായിക്കോട്ടെ, അതിൻ്റെ അടിസ്ഥാനം പോലും പൊട്ടിക്കുന്ന
ദൈവശക്തി യേശുവിനെ അവിടെ അടക്കിയപ്പോൾ അവിടെ 4 ചേവകർ അവിടെ നിന്നു. അവിടെ പൂട്ടിട്ടു. റോമൻ ഇമ്പീരിയൽ മുദ്രയിട്ട് അടച്ചെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം പോലും പൊട്ടിച്ച് യേശു വെളിയിൽ ഇറങ്ങി വന്നതുപോലെ ഇതാ യേശുവിൽ വിശ്വസിക്കുന്നവരോരും പറയാ, നിങ്ങളുടെ പ്രാർത്ഥനയാൽ എൻ്റെ ഒരു സപ്ലൈ വരുന്നുണ്ട്, എൻ്റെ ഒരു കറണ്ട് വരുന്നുണ്ട്, എൻ്റെ ഒരു നീറുറവ് വരുന്നുണ്ട്. ഈ സപ്ലൈയെ തുടരുത്, കറണ്ട് അടിക്കും. എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവൻ ഈ ലോകത്തിലുള്ളവനെക്കാളും വലുതാ. എനിക്കറിയാം, എനിക്ക് ഒന്നിലും ഞാൻ ലജ്ജിച്ചു പോകത്തില്ല. അതിൻ്റെ കാരണം the abundance of the supply of the Spirit of Christ Jesus inside of me. ക്രിസ്തുയേശുവിന്റെ ആത്മാവിന്റെ സമൃദ്ധിയായ പകർച്ച അത് എൻ്റെ മേൽ പകരപ്പെട്ടിരിക്കുകയാണ്. ലജ്ജിക്കത്തില്ല, ലജ്ജിക്കത്തില്ല, ലജ്ജിക്കത്തില്ല. അതിന്റെ കാരണം യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞത് വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാമല്ലേ? നിങ്ങൾ പറയുന്ന ഇപ്പം തീരത്തില്ലെന്ന്. യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ച അതേ ആത്മാവ് എൻ്റെ ഉള്ളിലും ഇന്ന് ഇരിക്കുന്നത് കൊണ്ട് എത്ര വലിയ വിഷയമായിക്കോട്ടെ, അതിൻ്റെ മധ്യത്തിൽ നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാവരും നോക്കി നിൽക്കുമ്പോൾ, നിങ്ങളെല്ലാം കൈയടിച്ച് കളിയാക്കാൻ നിൽക്കുകയല്ലേ? നടക്കത്തില്ല. ഞാൻ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല. അതിന്റെ മധ്യത്തിൽ നിന്ന് എന്നെ ഉയർപ്പിക്കുന്നവൻ എല്ലാം അവിശ്വാസം കൊടഞ്ഞു കളഞ്ഞ് ലോകം മുഴുവൻ നിങ്ങളിലൂടെ അറിയും അവൻ അനുഗ്രഹിക്കുന്നവനാ. എന്നെ കാണുമ്പോൾ ലോകത്തിന് മനസ്സിലാകും യേശുവിനെ ആരാധിക്കുന്നവൻ, യേശുവിൽ വിശ്വസിക്കുന്നവൻ ആരാണ്. എന്നിലൂടെ മനസ്സിലാകും, എൻ്റെ അനുഗ്രഹത്തിലൂടെ മനസ്സിലാകും. ചേർന്ന് കർത്താവിനെ ആർത്തു വിളിച്ച് സ്തോത്രം ചെയ്യ്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസം പെരുമ്പാവൂരിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിൽ രോഗികൾക്ക് പ്രാർത്ഥിച്ച ശേഷം, ഞാനല്ല പ്രാർത്ഥിച്ചത്, അവിടെയുള്ള കൂടിയവർ തന്നെ മറ്റുള്ള രോഗികൾക്കായി യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു. ഒരു 150 പേരാണ് സൗഖ്യമായി മുൻപോട്ട് ഓടി വന്നത്. അതിൽ വലിയ അത്ഭുതങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ സാക്ഷ്യങ്ങളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ തുടർന്ന് പല രാജ്യങ്ങളിൽ നടക്കാൻ പോകുന്ന ശുശ്രൂഷയെക്കുറിച്ച് 1-2 അനൗൺസ്മെൻറ്റുകൾ പറയട്ടെ. കർത്താവ് അനുവദിച്ചാൽ ഒക്ടോബർ മാസം ആദ്യം 2 ആഴ്ച സമയത്ത് സൗത്ത് ആഫ്രിക്കയിൽ ഞാൻ ശുശ്രൂഷിക്കുകയാണ്. എന്നോടൊപ്പം അഡ്വക്കേറ്റ് ബിനോയ് ബ്രദറും ഉണ്ടായിരിക്കും. അതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കും. കൂടാതെ കർത്താവിൻ്റെ ദാസൻ തങ്കു ബ്രദർ ഒക്ടോബർ പകുതി മുതൽ അമേരിക്കയിൽ ന്യൂയോർക്കിൽ ശുശ്രൂഷിക്കുന്നു. അതിൻ്റെ വിവരങ്ങൾ സ്ക്രീനിൽ ലഭിക്കും. അപ്പോൾ തന്നെ ഒക്ടോബർ 2, 3 ആദ്യ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ദാസൻ ബെന്നി ബ്രദർ ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. അതേ സമയത്ത് അഡ്വക്കേറ്റ് ബിനോയ് ബ്രദർ ദുബൈയിലും UAEയിൽ ശുശ്രൂഷിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തുറന്ന് കിട്ടുന്നതാണ്. പെരുമ്പാവൂരിൽ നടന്ന അത്ഭുത സൗഖ്യങ്ങൾ നമുക്ക് ഒന്ന് കേൾക്കാം. അതിൽ തന്നെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സാക്ഷ്യം, ഒരു വയസ്സ് അധികം പ്രായമുള്ള ഒരു കൊച്ചു കുഞ്ഞ്, ആ കുഞ്ഞിന് കണ്ണ് കാണാൻ മേലായിരുന്നു. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അടുത്തിരുന്ന ആരോ യേശു വിടുവിക്കുന്നവനെ, യേശുവിൻ്റെ കരം ഇന്നും പ്രവർത്തിക്കും എന്ന് വിശ്വാസമുള്ള ആരോ കുഞ്ഞിൻ്റെ മേൽ കൈവച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് കാണാൻ തുടങ്ങി, അമ്മയെ നോക്കി ചിരിക്കാൻ തുടങ്ങി. മാത്രമല്ല, ഞാനിപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടിപ്പോൾ ഒരാഴ്ചയോളം ആകുക. ഞാൻ വീണ്ടും അവിടെ പെരുമ്പാവൂരിൽ ബോവസ് ബ്രദറിനെ വിളിച്ചു വെച്ച് എങ്ങനെയുണ്ട് ആ കുഞ്ഞിൻ്റെ കാര്യം. ഇപ്പോൾ വീണ്ടും ഞാൻ ഇപ്പോൾ ഇത് പറയുന്നതിന് അല്പം മുമ്പ് വിളിക്കുമ്പോൾ ബോവസ് ബ്രദർ വിളിച്ചു പറഞ്ഞു, ബ്രദറെ, ആ കുഞ്ഞ് നിലത്തെന്തെങ്കിലും ഇട്ടാൽ പെറുക്കുന്നു, എടുക്കുന്നു, എല്ലാവരെയും നോക്കി ചിരിക്കുന്നു. അത്ഭുതമായ ഒരു വിടുതൽ കർത്താവ് ചെയ്തു. യേശു ഇന്നും ജീവിക്കുന്നു. 2000 വർഷം മുമ്പ് കുരുടരുടെ കണ്ണുകളെ തുറന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. ഞാനും നിങ്ങളും ആ കർത്താവിനൊരു മുഖപക്ഷവും ഇല്ല. ഇന്നൊരു പ്രാർത്ഥിക്കണമെന്നില്ല. വിശ്വസിക്കുന്ന ആര് പ്രാർത്ഥിച്ചാലും നടക്കും. നമ്മൾ ആ സാക്ഷ്യം ഉൾപ്പെടെ കർത്താവ് ചെയ്ത അത്ഭുത സൗഖ്യങ്ങൾ കാണാൻ പോവാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സീരിയൽ കാണുന്ന പോലെ, ഒരു കഥ കാണുന്ന പോലെയല്ല. ഇതേ കാര്യം ഇന്ന് നമ്മുടെ ഭവനങ്ങളിൽ, നമ്മുടെ വിഷയങ്ങളിൽ കർത്താവ് ചെയ്യാൻ പോവുക.
പെരുമ്പാവൂരിൽ നടന്ന അത്ഭുത വിടുതലിലേക്ക് നമുക്ക് പോകാം. വലിയൊരു അത്ഭുതമാണ്. ഈ കുഞ്ഞ് ജനിച്ചിട്ട് 2 കണ്ണിനും കാഴ്ചയില്ല എന്ന കുഞ്ഞാണ്. 2 കണ്ണിനും കാഴ്ച വെച്ചു. ഇന്ന് ഇവിടെ പ്രാർത്ഥനയുടെ ഈ കൊച്ചി കണ്ണു തുറന്ന് ചിരിച്ചു, മുടിമേ കയറി പിടിച്ചു. 1 വയസ്സും 2 മാസമായി. അപ്പോൾ ഞാൻ ഇങ്ങനെ LP കൊണ്ടുപോയി, അങ്കമാലി LP കൊണ്ടുപോയി. ഇതുണ്ടായി എൻ്റെ 15ാമത്തെ ദിവസം കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. കണ്ണ് 2 ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു തിമിരം എന്ന രോഗം ഇതിൻ്റെ കണ്ണിൽ പെട്ടാൽ ഇനി ഒരിക്കലും ഇതിന് കാഴ്ച കിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ഞങ്ങൾ ലെൻസൊക്കെ വെച്ചു. ലെൻസ് വെച്ചെങ്കിലും ഞാൻ വീട്ടിൽ വന്ന് ഒരു പ്രാവശ്യം ഇതുപോലെ പ്രാർത്ഥന വെച്ചപ്പോൾ രാവിലെ സൂര്യ TV-യിൽ പാസ്റ്റർ പ്രാർത്ഥന കണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. ഇനി ഞാൻ ലെൻസ് വെക്കുന്നില്ല ദൈവമേ, ഞാൻ ഇനി പ്രാർത്ഥിച്ച് എൻ്റെ കർത്താവ് എന്ത് ചെയ്യണോ അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ നാൾ വരെ. അപ്പോൾ 1 വയസ്സ് കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിന് കമന്ന് മാത്രമേ കുഞ്ഞിക്ക് എടുക്കുള്ളൂ. അവൾ കഴുത്തിന് ബലമൊന്നുമില്ല. അപ്പം ഞാൻ അതിനൊക്കെ ഭാരപ്പെട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് എപ്പോഴും ഇങ്ങനെ കർത്താവ് ഇടപെടും. ഞാൻ പ്രാർത്ഥനയിലൊക്കെ എപ്പോഴും വീട്ടിലെങ്ങും പോകാതിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ കർത്താവ് എന്നോട് പറയും നീ പ്രാർത്ഥിച്ചാൽ മതി, നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതിന് ശേഷം ഞാൻ ഒരിക്കലും ലെൻസ് വെക്കാറില്ല. ലെൻസ് ഇപ്പോഴും 2 എണ്ണം വീട്ടിലിരിക്കുക. 2000 രൂപ വീതം കൊടുത്ത് 4000 രൂപയുടെ ലെൻസ് വീട്ടിലിരിക്കുക. ഇന്ന് വരെ വെച്ചിട്ടില്ല, LP പോയില്ല. അപ്പം ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് കരഞ്ഞു. അപ്പം ഞാൻ അപ്പുറം പോയിരുന്ന അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയേ വേണ്ട, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് കയറണമെന്ന് തോന്നി. ഞാൻ വേഗം അകത്ത് വന്നപ്പോൾ ഇവള് ഉറങ്ങാനുള്ള പദ്ധതിയായിരുന്നു. അന്നേരം വേഗം പാസ്റ്റർ കൂടെ പറഞ്ഞ് കണ്ണിന് കാഴ്ചയില്ലാത്തവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ആൻറ്റി കടന്നു വന്ന് പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങാൻ തുടങ്ങിയ കുഞ്ഞ് വേഗം എന്നെ നോക്കി എൻ്റെ മുടിയെ പിടിച്ച് വലിക്കുകയും ചിരിക്കാനും തുടങ്ങിയിട്ട് എൻ്റെ മുഖത്ത് പിടിച്ചിങ്ങനെ അള്ളി പറിച്ചു. പറഞ്ഞു കണ്ണൊന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എളുപ്പം ഞാൻ കൊച്ചിൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾ പെട്ടെന്ന് എന്നെ നോക്കി ചിരിക്കുകയും എല്ലായിടത്തേക്കൂടെ നോക്കുകയൊക്കെ ചെയ്തു. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. തേനിലും മധുരമാ, തേനിലും മധുരമാൻ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ കയറി വന്നേ. യേശു ക്രിസ്തു മാധുര്യവാൻ. ഈ അമ്മയുടെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരുകയാണ്. ഈ കുഞ്ഞു ജീവിതത്തിൽ ആദ്യമായി അമ്മയെ നോക്കി ചിരിച്ചു അല്ലേ? അതെ, എൻ്റെ കുഞ്ഞിങ്ങനെ ആയതുകൊണ്ട് ഞാൻ പുറത്തൊന്നും ഇറങ്ങാറില്ല. എല്ലാവരും വരുമ്പോൾ കഥ അടച്ചിട്ടിരിക്കും, അവരൊക്കെ കളിയാക്കും. അതുകൊണ്ട് ഞാൻ ഒളിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ എന്നാലും എൻ്റെ ദൈവം എന്നെ അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കുഞ്ഞിനെ ഇന്ന് ദൈവം തൊട്ടു, അത് ഞാൻ വിശ്വസിക്കുക. പാസ്റ്ററേ, സ്തോത്രം. യേശു വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിലും എൻ്റെ കുഞ്ഞിൻ്റെ മേൽ ചെയ്തു. മോള് നോക്കി ചിരിച്ചു. മോളെന്നെ നോക്കി ചിരിച്ച് എൻ്റെ മുടിയിലൊക്കെ പിടിച്ചിങ്ങനെ വലിച്ചിട്ട് പെട്ടെന്ന് മുഖത്തള്ളി. അപ്പം എനിക്ക് പൂർണ്ണമായിട്ട് വിശ്വാസമായി എൻ്റെ കുഞ്ഞിന് കാഴ്ച ലഭിച്ചു എന്ന്. തേനിലും മധുരമാൻ, തേനിലും മധുരമാൻ യേശു ക്രിസ്തു മാധുര്യവാൻ. രുചിച്ചു നോക്കിയ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാൻ.
വന്നിരിക്കുന്ന എല്ലാവരോടും യേശു ഒരു കാര്യം പറയുന്നു, എന്നോടും എല്ലാവരോടും. യേശു പറയുന്ന കാര്യം എത്ര പേര് ഏറ്റെടുക്കും? ഒത്തിരി പ്രസംഗമൊന്നുമില്ല, അത് തന്നെ അന്നത്തെ വചനവും. ഒറ്റ കാര്യം, നിങ്ങളെ മുഴുവൻ ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. പാസ്റ്റർമാരാകാനല്ല, വലിയ കാര്യങ്ങൾ എന്നാ തിയോളജിയന്മാരാകാനല്ല, നമ്മുടെ കൈ മതി. ഈ കുഞ്ഞിന് വേണ്ടി ഒരു സഹോദരി ഓടി വന്ന് കൈവച്ചു. ഈ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്നെങ്കിൽ ഈ കരങ്ങളെല്ലാം അത്ഭുതത്തിൻ്റെ കരങ്ങളാണ്. ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തേനിലും മധുരമാ, തേനിലും മധുരമാ. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കപ്പെടുന്നു. കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. എൻ്റെ കാര്യം ഞാൻ പറയാം, എന്നെക്കൊണ്ടൊരു ചെറിയ പനി പോലും മാറ്റാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ ഒരു രോഗസൗഖ്യദായകനല്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു, അവിടുത്തേക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ നമ്മൾ കണ്ടത് ആ കുഞ്ഞിൻ്റെ അത്ഭുത സൗഖ്യം കാണുമ്പോൾ ഒരു കാര്യം വീണ്ടും ഉറക്കുക, യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു. അങ്ങനെ ഉയർത്ത് ജീവിക്കുന്നെങ്കിൽ ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും വരും, ഈ ലോകം വലിയ നാശത്തിലേക്ക് പോകും. നമ്മളതാ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പായി കർത്താവ് തന്നിൽ വിശ്വസിക്കുന്ന മക്കളെ ചേർക്കാൻ വേഗം വരും. എല്ലാവരെയും ചേർക്കണമെന്നാണ് കർത്താവിന് ആഗ്രഹം. കർത്താവിന് മതമില്ല, ജാതിയില്ല, സഭാവ്യത്യാസങ്ങളില്ല. കർത്താവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ആരെയാണ് കർത്താവ് വിടുവിക്കാതിരുന്നിട്ടുള്ളത്? കുരിശിൽ കിടന്ന കള്ളൻ മരണത്തിന് തൊട്ട് മുമ്പ് വിളിച്ച വിളി കർത്താവ് കൈവിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ രോഗികൾക്ക് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണുമ്പോൾ നമുക്കൊരു മാനസാന്തരമല്ലേ ഉണ്ടാകേണ്ടത്? ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഹൃദയം കഠിനപ്പെട്ട് ഇതൊക്കെ ചിലരുടെ വേലയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ കൂടെയാകാതെ, ഇത് കാണുമ്പോൾ ഞാൻ ഭയപ്പെടുന്നു, യേശു നമ്മുടെ കൂടെയുണ്ട്, ഈ യേശു സത്യമാണ്, ഇന്ന് നമുക്ക് അവസരം തന്നിരിക്കുക രക്ഷപ്പെടാൻ. അതുകൊണ്ട് ആ കർത്താവിൻ്റെ കൈകളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവിന് ജീവിതം സമർപ്പിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ ഇതാണ് എൻ്റെ അവസരം. ഒന്ന് പറഞ്ഞ, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ, എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ, അങ്ങയിൽ ഞാൻ വിശ്വസിക്കുന്നു, നിത്യജീവൻ്റെ ഉറപ്പ് എനിക്ക് തരണമേ, കർത്താവെ സമർപ്പിക്കുന്നു. ഇങ്ങനെ ഒരു വാക്ക് കർത്താവിനോട് പറഞ്ഞെങ്കിൽ യേശു ഇന്ന് മുതൽ കൂടെ നടക്കുന്ന അനുഭവം ഉണ്ടാവും. കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്ന ആ കുഞ്ഞിൻ്റെ കണ്ണ് തുറന്ന കർത്താവ് ഇന്ന് എവിടെയൊക്കെയോ കുരുട്ട് കണ്ണുകളുമായി തിമിരവുമായി ഒക്കെ ഇരിക്കുന്നവരില്ലേ, ആ കണ്ണിലൊന്ന് കൈവച്ച് അതേ കർത്താവിൻ്റെ കരം നിങ്ങളുടെയും കരങ്ങളിലൂടെ വ്യാപരിക്കും. മറ്റേത് രോഗത്താലോ ഭാരത്താലോ ഡോക്ടർമാർ ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞതാണോ, കർത്താവോട് അത്ഭുതം ചെയ്യും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ കേൾപ്പിച്ച സാക്ഷ്യത്തിനായി നന്ദി. കർത്താവെ, ഇന്ന് ലോകമെങ്ങും 10,000 ലക്ഷങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങയുടെ അത്ഭുത കരം ഓരോ ഭവനത്തിലും വ്യാപരിക്കണമേ. കർത്താവെ, നിന്റെ മക്കൾ ആ കൈവെക്കുന്ന സ്ഥാനത്തുള്ള രോഗമേതായാലും ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കണ്ണുകൾ തുറക്കണം, ചെവികൾ കേൾക്കണം കർത്താവെ. ആ വേദനകൾ വിട്ടുമാറണം, അസ്വസ്ഥതകൾ മാറണം കർത്താവെ. ബ്ലീഡിങ്ങുകൾ കർത്താവ് സൗഖ്യമാക്കുന്നതിനായി നന്ദി. ശരീരത്തിൽ നിന്ന് രക്തവാർച്ചകൾ അത് കർത്താവ് സൗഖ്യമാക്കുന്നു. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ കർത്താവെ. കുടുംബത്തിലെ അസമാധാനങ്ങൾ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വഴിതെറ്റിയ കുഞ്ഞുങ്ങൾ മടങ്ങി വരട്ടെ. മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ വിടട്ടെ. പഠനത്തിന് പ്രശ്നമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർഷകർ പലരും വില തകർച്ചയിൽ കഷ്ടപ്പെടുകയാണ്. റബ്ബറിൻ്റെ വിലയിൽ ഒത്തിരി പേര് ആശങ്കയില്ല. അതുപോലെ നമ്മുടെ നാട്ടിലെ പല കർഷകരും ഒത്തിരി കാര്യങ്ങൾ ആശങ്കയില്ല. ഞാൻ വയനാട് ചെന്നപ്പോൾ കുരുമുളകൊക്കെ വളരെ കേടുപിടിക്കുന്നു. ഒത്തിരി പേര് ആശങ്കയില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൻ്റെ കാർഷിക മേഖലയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ വിടുതലുണ്ടാകട്ടെ. ഇനി വില ഉയരില്ല എന്ന് പറഞ്ഞ വിളകൾക്ക് യേശുവേ അങ്ങയുടെ കരം നീട്ടുമ്പോൾ വിള ഉയർന്നു വരുമല്ലോ. അത്ഭുതകരമായി സാമ്പത്തിക വഴികൾ തുറക്കണമേ. ഞങ്ങളുടെ സംസ്ഥാനത്തെ അനുഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെ ഗവൺമെൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഭാരത സർക്കാരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി, പ്രസിഡൻറ്റിന് വേണ്ടി, ഞങ്ങളുടെ കർത്താവെ രാജ്യം ഉയരങ്ങളിൽ വരട്ടെ.
എല്ലാ കടബാധ്യതകളും ബന്ധനങ്ങളും എല്ലാം അഴിയണം കർത്താവേ. അപ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി, പോലീസ് അധികാരികൾക്ക് വേണ്ടി, ഞങ്ങളെ കേൾക്കുന്ന ഏവർക്കും വേണ്ടി കർത്താവേ, സഭാ തലവന്മാർക്ക് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളുടെ രാജ്യത്ത് കളിയാടണമേ. യേശു ഉയർത്തു ജീവിക്കുന്നെന്ന് എല്ലാവരും അറിയുവാനിടയാകണമേ. വലിയ വിടുതൽ പകരുന്നതിനായി സ്തോത്രം കർത്താവെ. അത്ഭുത സൗഖ്യങ്ങൾക്കായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് വലിയ വിടുതലുകൾ തന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ കാണുന്ന സാക്ഷ്യങ്ങളുടെയൊക്കെ പൂർണ്ണ രൂപം, അവിടെ നടന്ന മുഴുവൻ ശുശ്രൂഷകൾ നമ്മുടെ ഹെവൻലി ഫീസ്റ്റിൻ്റെ വെബ്സൈറ്റിലൂടെയുള്ള TV-യിൽ HF-TV-യിൽ ലഭ്യമാണ്. www.theheavenlyfeast.tv. നിങ്ങളുടെ ടാബ്ലറ്റിലും സ്മാർട്ട് ഫോണിലും ലോകമൊക്കെ കമ്പ്യൂട്ടറുകളിൽ ഏത് സമയത്തും കാണാൻ സാധിക്കും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. I bless you in Jesus' name. क्रूस से देखो आती है बहते हुए खून की धार। ओ मसीह तूने हमको सिखाए प्रेम की परिभाषा को। तूने हमको सिखाए प्रेम की परिभाषा को। प्रेम का सागर है तू, चांदी का राजकुमार है तू, चरणों में आ